ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഒന്നുമില്ല, ഈ പെയിൻറ്റിങ് രസമുണ്ടോ ഗൈസ്? ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയപ്പോൾ എടുത്ത ഒരു പെയിൻറ്റിങ് ആണ് ഇത്. തന്നെ അവർ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തൊരു ഫോട്ടോ ആണ് ഗൈസ്. സിംഹമല്ല, പുലിയുടെ അടുത്ത് പോയിട്ട് പുലിനോട് പോസ് ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ഇട്ടെന്ന്. അല്ലാതെ എന്താണ് ഗൈസ് ഒരു സൗണ്ട് കേട്ടത്? എന്തൊരു പൊട്ടിത്തെറിക്കണ സൗണ്ട് കേട്ടല്ലോ. ഇതെന്താണ് എടേ ഗൈസ്? ഇതാരെ പണിയാണ്? എൻ്റെ ഒക്കെ ആകെയുള്ളൊരു വണ്ടിയാണ് ആരെ കത്തിച്ചിട്ടിരിക്കണത് സ്വിമ്മിങ് പൂളിൽ. എടാ ധാരാളം ഈ പണിപ്പിച്ചേ. എൻ്റെ ഒക്കെ ആകെയുള്ളൊരു വണ്ടിയാണ്, അതാരും മോഡിഫൈഡ് ചെയ്ത് താറ് ഉള്ള ക്യാഷിന് മോഡിഫൈഡ് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് ഗീസ്. അതാരോ പൊട്ടിത്തെറിപ്പിച്ചിട്ട്. വെറുതെ ഒന്നും എന്തായാലും വണ്ടി പൊട്ടില്ല. എടോ ഫ്രാങ്ക്ലിനാ സോറിയടാ, ഞാനേ വേറെ ആൾക്കാരെ മേത്തേക്ക് സ്റ്റിക്കി ബോംബ് എടുത്തിടാൻ നോക്കിയപ്പോ നിന്റെ വീട്ടിലേക്കാടാ വന്നത്. മനസ്സിലായി നിന്റെ ഓട്ടം കണ്ടപ്പോളേ. നിന്റെ വണ്ടി കണ്ട് പൊട്ടിത്തെറിപ്പിച്ചപ്പോ നിനക്ക് സമാധാനായില്ലേ? ആകെയുള്ളൊരു വണ്ടിയാ. എടാ അതിനോട് പറഞ്ഞത് സോറിയടാ, ഇന്റെയൊക്കെ ഇനി ക്യാഷ് ഒന്നുമില്ലടാ നിനക്ക് വേറെ വണ്ടി വാങ്ങിച്ചാ. നീ മര്യാദക്ക് എനിക്കൊരു വണ്ടി വാങ്ങിച്ചതല്ലേ, കൊല്ലുമ്പോ തന്നെ. നീ എന്നാ കൊല്ലണമെന്ന് കാണണല്ലോ. എടാടാ വല്ലാണ്ട് ചിലക്കാൻ വരണ്ട. നിന്റെ വീട്ടിലേക്ക് സ്റ്റിക്കി ബോംബ് ഇട്ട് പൊട്ടിച്ചോ പോരാന്നിട്ട് വല്ലാണ്ട് ഷോടക്കാൻ വരണ. അതിനോട് പറഞ്ഞ സോറിയടാ ഞാനേ എനിക്ക് പൈസ കിട്ടുമ്പോ വണ്ടി വാങ്ങിച്ചാ. എന്നാ ശരിയടാ. ആടാ കുഴപ്പമില്ല, നീ ഇങ്ങനെ കിടന്ന് കരയണ്ട. അല്ല അവൻ എന്തി? എടാ അവന്റെ വർത്താനം നിങ്ങൾ അവൻ പോയോ ഗൈസ്? എനിക്ക് വണ്ടി വാങ്ങിച്ചരാന്നും പറഞ്ഞിട്ടോ മുങ്ങി. ഇവനിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം ഗൈസ്. എൻ്റെ ആകെയുള്ളൊരു വണ്ടിയാണ് അവൻ പൊളിച്ചു കളഞ്ഞത്. അത് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ, എപ്പോഴേലും വരുമല്ലോ. ഞാൻ പണി കൊടുക്കുന്നുണ്ട്, റിവെഞ്ച് എന്തായാലും തിരിച്ചു കൊടുക്കും ഗൈസ്. ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാനുള്ള ക്യാഷ് ഒന്നും ഇല്ല. ഉള്ള പൈസ ഒക്കെ ചെലവായി പോയി ഗൈസ്. കുറെ വീടിന്റെ പണി നടത്തി, എന്നിട്ട് വീണ്ടും പൊളിച്ച് ഇപ്പൊ അതാകെ ക്യാഷ് ഇല്ലാണ്ടിരിക്കുകയാണ്. ആകെ ക്യാഷുള്ള കൂടെ എടുത്ത് ഒരു വണ്ടി ആയിരുന്നത്. ആ പന്നി വന്നിട്ട് ഇപ്പൊ പൊട്ടിച്ചിട്ടപ്പോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൈസ്? എനിക്ക് പാകൊന്നും മനസ്സിലാവുന്നില്ല. 4.5 ലക്ഷം കൊണ്ട് എന്ത് വണ്ടി കിട്ടാനാ? ഇവിടെ അല്ലെങ്കിൽ ഒട്ട വണ്ടികളാണ്, ഇതൊന്നും വേണ്ട. A few moments later. എടാ ഫ്രാങ്ക്ലിൻ ഒന്ന് ബാക്കിലോട്ട് നോക്കി. ആരപ്പം വീണ്ടും വന്നാ? എടാ എന്നെ കൊണ്ട് വല്ലാത്ത ഇടങ്ങാറാ. ഇനി ഇവിടെ ഒന്നുമില്ല പൊട്ടിത്തെറിപ്പിക്കാന്. എടാ അതല്ലടാ ഈ വണ്ടി 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 കണ്ട്. ഇത് എനിക്കുള്ള വണ്ടിയല്ലേ, ഞാൻ ഓടിക്കട്ടെ. എടാ കേറില്ല ഇത് ഇന്റെ വണ്ടിയാണ്, ഞാൻ കേറില്ല. ഞാൻ ഇപ്പൊ പോയി എടുത്ത വണ്ടിയാണ്. നീയല്ലേ പറഞ്ഞ നേരത്തെ എനിക്ക് എടുത്തരാന്ന് വണ്ടി. പിന്നെ എനിക്ക് എന്റെ പട്ടി എടുത്തു തരും. ഞാൻ എന്റെ ആകെയുള്ള ക്യാഷ് എണ്ണി പറക്കി എടുത്തിട്ട് വണ്ടിയാണ്, പുതിയ മഹിയുടെ താറ് റോക്സ്. ഇതിപ്പോ എനിക്ക് തരാൻ നിക്കല്ലേ? അല്ല നേരത്തെ മോനിന്റെ വണ്ടി പൊട്ടിത്തെറിപ്പിച്ചല്ലോ, അതിന്റെ ക്യാഷ് അവിടെ. അതൊക്കെ പിന്നെ തരാം, ഞാൻ പോട്ടാ. ബൈ ബൈ ഗൈസ്, ഓന്റെ ജാട കണ്ടില്ല നിങ്ങള്? പുതിയ വണ്ടി എടുത്തെന്ന് വെച്ചിട്ട് ഞമ്മളെ മുഞ്ഞാന്ന് ഷോളക്കണ്. അതും വെറുതെ ഒന്നല്ല ഗൈസ്, ഞമ്മളെ വണ്ടി പൊട്ടിത്തെറിപ്പിച്ചിട്ട് ഓൻ പുതിയ വണ്ടി എടുത്ത്. എന്താണോ ഓന്റെ സ്വഭാവം കണ്ടെങ്കില്? ഇതിപ്പോ എങ്ങനെ വിട്ടാ ശരിയാവില്ല. റിവെഞ്ച് ടൈമാണ് ഗൈസ്. ഓൻ എന്തായാലും പുതിയ വണ്ടി എടുത്ത്. ഇന്ന് നൈറ്റ് ഞാൻ ആ വണ്ടി മെല്ലനെ അടിച്ചു മാറ്റി കൊണ്ടുവരാനാണ് ഗൈസ് പ്ലാന്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓന്റെ വണ്ടി ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊട്ടിത്തെറിപ്പിക്കാറുണ്ട്. എന്റെ കയ്യിൽ കുറെ ഗൺസ്, പക്ഷെ ഞാൻ പൊട്ടിത്തെറിപ്പിച്ചില്ല. കാരണം നൈറ്റ് എനിക്ക് ആ വണ്ടി എടുക്കേണ്ടതാണ്. അപ്പൊ തന്നെ ചിന്തിച്ചാണ് ആ ഒരു ഐഡിയ. എങ്ങനെയുണ്ട് ഗൈസ്? എന്തായാലും നൈറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നൈറ്റ് ആകുമ്പോ അവൻ്റെ അടുക്ക് പോയിട്ട് ആ വണ്ടി ഉണ്ട് മെല്ലനെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരാം. അത്ര ഉള്ളൂ. A few moments later. ഗൈസ് അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ഇന്നാണ് ഗൈസ് കളികൾ വേറെ ലെവലാവാൻ പോണത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അറിയാനല്ല. കാരണം കറണ്ടും ഇല്ല, മഴയും പെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സിലാവില്ല വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുപോയെന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? അതാണ് ഞാൻ നൈറ്റിലോട്ട് വെച്ചത്. നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് ഓടി പോവാം. വേറെ വണ്ടി ഒന്നുമില്ല നമ്മളെ കയ്യിൽ. ഇവിടെ ഒരു ചേട്ടൻ കൂളായിട്ട് നടന്നു പോയല്ലോ മഴയത്ത്. നമുക്കിപ്പോൾ നോക്കണ്ട, നേരെ അവൻ്റെ വീട്ടിലോട്ട് പോവാ, വണ്ടി കണ്ട് സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരാം. അത്രയുള്ള നമ്മളെ പണി. ഗൈസ് നമ്മളങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവനെ വണ്ടി പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ വെച്ചാൽ അവൻ്റെ റൂമിൽ കയറ്റിണ്ട്. അങ്ങനെ ആയിരുന്നു ഗൈസ് നമ്മളെ വീട്ടിലോട്ട് അവൻ വണ്ടി കാണിക്കാൻ കൊടുത്തപ്പോൾ തൊടാൻ പോലും സമ്മതിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇത് എളുപ്പമായി, വണ്ടി റോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നു. ഒന്നും നോക്കണ്ട, വണ്ടി ഉള്ളിൽ കയറാൻ പോവാ. ഇവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കി വെക്കൊന്നുമില്ല. ഗൈസ് ഞാൻ പറഞ്ഞില്ല അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. അവനിപ്പോൾ ബാക്കിൽ എല്ലാവരും ഓടി വിളിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. വണ്ടി കൺട്രോളൊന്നും കിട്ടുന്നില്ല, വണ്ടി സ്ലിപ്പാവാണ് കിടന്നിട്ട്. നമുക്ക് നേരെ ഗാരേജിലോട്ട് പോയിട്ട് ഈ വണ്ടിയുടെ പെയിൻറ്റ് മാറ്റണം. ഇതിൻ്റെ റെഡ് അല്ലേ, നമുക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഗൈസ് ഈ വണ്ടി അവൻ്റേതാണെന്ന്. നമ്മൾ എടുത്താന്ന് വിചാരിക്കുള്ളൂ. ഇതൊക്കെയാണ് ഗൈസ് റിവെഞ്ച് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ ഗാരേജിലോട്ട് പോവാം.
എന്നിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കാം ഗൈസ്. നമ്മൾ ഗാരേജിൽ ആളെ വിളിച്ചു നോക്കിയപ്പോൾ ആള് പറയണത് ഇന്ന് എന്തായാലും റെഡിയാക്കാൻ പറ്റില്ല, നാളെ രാവിലെ റെഡിയാക്കി വെക്കാന്നാ പറഞ്ഞത്. വണ്ടി എന്തായാലും അവിടെ ഇട്ടാൽ മതി പറഞ്ഞു. എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ വന്നാൽ മതി എന്നാ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും വണ്ടി ഈ ഭാഗത്തണ്ട് വെച്ചിട്ട് പോവുക, എന്നിട്ട് നാളെ വണ്ടി പെയിന്റ് ഒക്കെ അടിച്ചതിന് ശേഷം വന്ന് എടുക്കുക നല്ലത് ഗൈസ്. വണ്ടിയുടെ പെയിന്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നേരെ വന്നിട്ടുണ്ട്. ഓ വൈറ്റ് കളറിൽ കാണാൻ ഈ വണ്ടി വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വൈറ്റ് ഹാർട്ട് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, ഈ വണ്ടിക്ക് പിന്നെ നമ്പർ പ്ലേറ്റും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റില്ല ഈ വണ്ടി വേണ്ടതാണ്. പിന്നെ ഇതിന്റെ സൺറൂഫ് ഒക്കെ നമ്മൾ ഇത്തിരി ചേഞ്ച് ആക്കിയിട്ടുണ്ട്, ഗ്ലാസ് ഒക്കെ ടിന്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് തീരെ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോവാം ഗൈസ്. ഇതാ നമ്മളെ വണ്ടി, അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ അലോവിലൊക്കെ കണ്ട ഗൈസ്, ഇതിനുള്ളിൽ ചെറുതായിട്ട് പച്ച കളർ പോലെയാണ് ഈ അലോവില്. ശ്രദ്ധിച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിന് ഫ്രണ്ട് കാണാൻ മാറ്റൊന്നുമില്ല, നല്ല രസമുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ സീറ്റൊക്കെ വേറെ ലെവലാണ്. ഞാൻ മേലെ ഇതിനെ പാരാനോമിക് സൺറൂഫ് അങ്ങനെ എന്തോ പറയും, അതാണ് ഇതിനെ മേലെ ഉള്ളത്. പാരാനോമിക് സൺറൂഫ് അങ്ങനെ എന്തുകൊണ്ടാണ് ഈ സൺറൂഫ് വെച്ചിട്ടുള്ളത്. അതൊക്കെ അത്രയുള്ള ഗൈസ്. പിന്നെ ഞങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. റോഡ് ടു 100K ആണ് നമ്മളെ ഫാം. പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്കും കൂടി അടിച്ചേക്ക്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കൊണ്ടുവരാം. അപ്പോൾ എന്നാൽ ബൈ ഗൈസ്.